ബൈര ഗൗഡ അദ്ദേഹത്തിന്റെ ട്വീറ്റ് വ്യക്തമാക്കുന്നത് ഇതാണ്. ആ ട്വീറ്റിന്റെ ഉള്ളടക്കം അത് മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അതിനെ വിലയിരുത്താം. കർണാടകയിലെ ഷിരൂരിലെ ഗംഗാവലിയിൽ നദിയിൽ ഒരു ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എക്സ്പോസ്റ്റിലൂടെ ആണ് ആ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത്. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ട്രക്ക് ഉടൻ പുറത്തെത്തിക്കുമെന്നാണ് മന്ത്രി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഈ തെരച്ചിൽ നടക്കുന്നത്, അതായത് ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ടത്. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ട്രക്ക് ഉടൻ കരയ്ക്കെത്തിക്കാനുള്ള നടപടിയിലേക്ക് കർണാടക കടന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ അവിടെ നാവികസേന അതിന് വേണ്ടുന്ന ഡീപ്പ് ആഴത്തിൽ മുങ്ങൽ വിദഗ്ധ ശേഷിയുള്ള ആളുകളെ അവിടേക്ക് എത്തിച്ചു എന്ന് കൂടി വിവരം വരുന്നുണ്ട്. അവിടെ കനത്ത മഴ തുടരുകയാണ്, കാറ്റുമുണ്ട്. ആ ദൃശ്യങ്ങളിൽ അത് കാണാം. ആ ദൃശ്യങ്ങളിലേക്കാണ് അവിടെ പെരുമഴ എന്ന് വെച്ചാൽ പേമാരിയാണ് അവിടെ പെയ്യുന്നത്. ഹാഷ്മി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി നിന്നല്ലോ അല്ലേ? കാറ്റാണ് ഇത്. പെരുമഴയും കാറ്റും നമുക്കിപ്പോൾ പുതുമയല്ല. ഇപ്പൊ നമ്മളെ അങ്ങനെ പേടിപ്പിക്കാൻ കഴിയില്ല ഈ കാറ്റിനും മഴയ്ക്കും. നമ്മൾ ആദ്യ മഴ കണ്ടപ്പോൾ നമ്മൾ പേടിച്ചിരുന്നു വിജയകുമാർ. ഇപ്പോൾ ഇവിടെ ഇത് ശീലമാകുന്നു. വലിയ കാറ്റ്, വലിയ പെരുമഴ. പക്ഷേ ആ മഴ വളരെ പെട്ടെന്ന് അങ്ങ് പെയ്തു തോരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. പക്ഷേ പെയ്യുന്ന മഴ എന്ന് പറഞ്ഞാൽ തുള്ളിക്കുരോടം എന്ന് പറഞ്ഞ മട്ടിൽ കുറെ അധികം ജലം താഴേക്ക് ഒഴുകി വരികയാണ്. ഇവിടുത്തെ മലകളിൽ ഉരുൾപൊട്ട അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിടിയുന്നത് അത്ഭുതമില്ല ഈ മഴയുടെ തോത് ഇങ്ങനെയാണെങ്കിൽ. വിജയകുമാർ പോട്ടെ, എന്തായാലും അത്തരത്തിൽ മഴ പെയ്യുന്ന ഒരു സ്ഥലത്ത്, അത്തരത്തിൽ മണ്ണിടിയാൻ പ്രോബബിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ദേശീയപാത നിർമ്മാണങ്ങളൊക്കെ പ്രാവർത്തികമാണോ ശാസ്ത്രീയമാണോ എന്നൊക്കെയുള്ള പരിശോധനകൾ, ചർച്ചകൾ ഇതിൽ തുടർന്ന് നടക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല വിജയകുമാർ. അതിനുള്ളിൽ ഏറ്റവും നിർണായകമായ ഒരു തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെരച്ചിലിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വിവരം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അർജുന്റെ ലോറി കണ്ടെത്തി എന്ന വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നു. വ്യക്തിപരമായ അർജുൻ ആരോഗ്യത്തോടെ, ജീവനോടെ അല്ലെങ്കിൽ കുറച്ച് പരിക്കുകളോടാണ് കണ്ടെത്തി എന്നൊരു വാർത്ത ഞാൻ ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് പ്രതീക്ഷിക്കുന്നു വിജയകുമാർ. അത് സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. കാര്യം നമ്മൾ ഇപ്പോൾ